ടൊവിനോടെ ഇതിനകത്തെ ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ സെൽഫിഷായിട്ട് അവനവൻ്റെ കാര്യം മാത്രം നോക്കി ചെറിയ ജോലിക്കൊന്നും പോകത്തില്ല, കൂടിയ ലെവലിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ടൊവിനോ പിന്നീട് ക്യാരക്ടർ മാറുകയാണ്. പുള്ളി പോലീസ് ചേർന്ന് ഈ വിഷയങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പുള്ളി ഒരു ഉള്ളിൽ നന്മയുള്ളൊരു മനുഷ്യനായിട്ട് ആവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും കുറച്ചാൾ കൂടി നമുക്ക് ഒരു നല്ല ഫീൽ, ഒരു ഫ്രഷ്നെസ്, പടത്തിന് ഒരു ഫ്രഷ്നെസ്സോടുകൂടി ഒരു പടം കണ്ട് നമുക്ക് തീർക്കാൻ പറ്റി. തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു. വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. ഞാൻ തിയേറ്ററിന്റെ വെളിയിൽ കൊണ്ട് മൂലയ്ക്കാണ് വണ്ടി പാർക്ക് ചെയ്ത് ഒരു വിധത്തിലാണ് അവിടെ നിന്ന് എടുത്തത്. നല്ല രീതിയിൽ പടം കാണാൻ പറ്റി. എല്ലാവർക്കും നല്ല മികച്ച എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആ തിയേറ്ററിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നരിവേട്ട അനുരാജ് മനോഹർ ഡയറക്റ്റ് ചെയ്ത് എബിൻ ജോസഫ് റിട്ടേൺ ചെയ്ത് ടൊവിനോ തോമസ് ഹീറോ ആയിട്ട് മെയ് 23 റിലീസായ ചിത്രമാണ് നരിവേട്ട. ഞാനിപ്പോൾ കണ്ടിറങ്ങിയുള്ളൂ. ഒരു രക്ഷയില്ല. അന്യ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എബിൻ ജോസഫ് അന്യ റൈറ്റിംഗ്, അനുരാജ് മനോഹറിന്റെ ഡയറക്ഷൻ പക്ക, ഒന്നും പറയാനില്ല. നമ്മുടെ മുത്തങ്ങ 2003 മുത്തങ്ങ റിയൽ ഇൻസിഡന്റ് ആണ്. മുത്തങ്ങ വയനാട് മുത്തങ്ങയിൽ നടന്ന സംഭവങ്ങളാണ് ഈ പടത്തിനകത്ത് ഉടനീളം കാണിച്ചിരിക്കുന്നത്. വയനാട്ടിൽ നമ്മൾ ചെന്നിറങ്ങിയ പ്രതീതിയാണ് പടം തുടങ്ങുമ്പോൾ തൊട്ട്. പിന്നെ ടൊവിനോയ്ക്കൊരു സൂപ്പർ സ്റ്റാർ ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാര്യം ഈ പടത്തിനകത്ത് ടൊവിനോയെ കാണാനില്ല. നമ്മൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. കാര്യം അത് റിയൽ ഇൻസിഡൻറ്റ്, അന്ന് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ, CK ജാനു, പിന്നെ അങ്ങനെയുള്ള ആളുകൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, അവർ ഒരു കുറച്ച് സ്ഥലത്തിന് വേണ്ടി, ഈ സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആരും കൊണ്ടുവന്ന സ്ഥലങ്ങളൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ ഭൂമിയിൽ തന്നെയുള്ള സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ച് ഓരോരുത്തരും എടുക്കുന്നു. പണമുള്ളവർ സ്ഥലം പണ്ട് വെട്ടിപ്പിടിച്ചെടുക്കുകയും അവർ മതിൽ കെട്ടിത്തിരിക്കുകയും അല്ലെങ്കിൽ അതിർ വരമ്പുകൾ വെച്ച് അവർ സ്വന്തമാക്കി എടുക്കുകയും ചെയ്തിരുന്നു. കാട് വെട്ടിത്തെളിച്ച് ഓരോരുത്തർ സ്ഥലം എടുക്കുകയും അത് അവരുടെ കൃഷിഭൂമിയായിട്ടൊക്കെ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഈ കാട്ടിൽ കിടക്കുന്ന പാവപ്പെട്ടവർ, വയനാട്ടിലും അങ്ങനെയുള്ള ഈ ലാഹ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാവപ്പെട്ടവർ ഈ കാടിനടുത്ത് കിടക്കുന്നു. അവർക്ക് സ്ഥലമില്ല, സ്വന്തമായിട്ട് കൃഷിഭൂമിയില്ല, വീടില്ല, ഒന്നുമില്ല. അപ്പോൾ അവര് ഒരു സ്ഥലത്തിന് വേണ്ടി ഉണ്ടായ സമരമാണ് ഈ 2003 മുത്തങ്ങയിലുണ്ടായ സംഭവം. ഈ വയനാട് മുത്തങ്ങയിലെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2001 സർക്കാർ ഇവർക്ക് ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കാര്യങ്ങളൊക്കെ കരാറാക്കിയിട്ട് പോയി. പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തില്ല. അപ്പം അതിന് കാലതാമസം വന്നു. അതിനെ ചൊല്ലി 2003 ഫെബ്രുവരിയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഈ മുത്തങ്ങ സംഭവം പറയുന്നത്. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കുമായി വെടിയുതിർത്തു. അങ്ങനെ കുറെ ജീവനുകൾ പൊലിഞ്ഞു. അതിന്റെ കഥയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഈ പടത്തിനകത്ത് കാണിച്ചേക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. എന്നാലും ഈ പാവപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയും മറ്റ് കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ ഫോറസ്റ്റിനടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ പൈസ ഉള്ളവരും പണമുള്ളവരും പിടിവാളുള്ളവരും ഒക്കെ വകഞ്ഞെടുത്ത് അവരവരുടെ കൃഷിഭൂമിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഉപയോഗിക്കുന്നു. പക്ഷേ പാവപ്പെട്ടവർ ഈ കാട്ടിൽ കിടക്കുന്ന ഈ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്ഥലം അവർക്ക് കൈവശപ്പെടുത്താനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വീട് കെട്ടാനോ അല്ലെ അവിടെ കൃഷി ഉണ്ടാക്കി അതിൽ നിന്നും വിളവെടുക്കാനൊന്നും അവകാശം ഇവർക്കില്ല. കാര്യം അതിന് പട്ടയമില്ല. അവകാശമില്ലാത്തതുകൊണ്ട് ഇവർക്ക് അതൊന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചൊല്ലി അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം വേണമെന്നും പറഞ്ഞ് ന്യായമായിട്ടുള്ള ആവശ്യം, കാട്ടിക്കിടക്കുന്ന മൃഗങ്ങൾക്ക് വരെയും അവരുടെ ടെറിട്ടറി, സിംഹവും പുലിയൊക്കെ ടെറിട്ടറി മാർക്ക് ചെയ്ത് അവർ സ്വന്തമായിട്ട് എടുക്കുന്നല്ലോ. പക്ഷെ കാട്ടിക്കിടക്കുന്ന മനുഷ്യർക്ക് ആ സ്ഥലം കൈവശം വെക്കാനുള്ള അവകാശമില്ല. അതിനുവേണ്ടി ഉണ്ടായ ഒരു സമരമാണ് 2003 നടന്നത്. അത് ഈ പടത്തിൽ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അവരനുഭവിച്ച പ്രശ്നങ്ങൾ. ഈ CK ജാനുവായിട്ടൊരു ലീഡ് ക്യാരക്ടർ അതിനകത്ത് ചെയ്യുന്നുണ്ട്. CK ജാനുവിനെയാണ് അവർ അതിനകത്ത് കാണിക്കുന്നത്. അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ടൊവിനോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സുരാജ് വെഞ്ഞാറമൂട് നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തെ ഓരോ സീനുകളും നമുക്ക് ഫീൽ ചെയ്യും. ഒരുപാട് നാളായി ഞാൻ ഈ തിയേറ്ററിൽ നിന്ന് ഇതുപോലെ ഒരു ഫീലായിട്ടൊരു പടം കണ്ടിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചില സീനുകളൊക്കെ കണ്ടപ്പം കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ അടുത്തിരുന്ന പലരും കണ്ണ് നിറഞ്ഞാണ് ഈ പടം കണ്ട. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ റിയൽ ഇൻസിഡൻ്റ് ആയിട്ട് നമുക്ക് ഇത് ഓരോ സീനുകൾ കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഉള്ളിൽ കൊള്ളും. ടൊവിനോടെ ഇതിനകത്തെ ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ സെൽഫിഷായിട്ട് അവനവൻ്റെ കാര്യം മാത്രം നോക്കി ചെറിയ ജോലിക്കൊന്നും പോകത്തില്ല, കൂടിയ ലെവലിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ടൊവിനോ പിന്നീട് ക്യാരക്ടർ മാറുകയാണ്. പുള്ളി പോലീസ് ചേർന്ന് ഈ വിഷയങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും പുള്ളി ഒരു ഉള്ളിൽ നന്മയുള്ളൊരു മനുഷ്യനായിട്ട് ആവുകയാണ്. ആ ക്യാരക്ടർ ചേഞ്ചിങ് ഒക്കെ കറക്റ്റ് നല്ല രീതിയിൽ മീറ്റർ പിടിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദിവാസി ഒരു ബാലികയായിട്ടൊരു കൊച്ചു അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു ആദിവാസി ആയിട്ട് തന്നെ ഒരു ടൊവിനോടെ ഒരു ആദ്യം ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്ത ഒരാളുണ്ട്, ഒരു പയ്യനെ. പുള്ളിയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് അഭിനയിച്ച ആളുകളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ ജെയ്ക്സ് ബിജോയുടെ സംഗീതം, അത് ഈ ഒരു പടത്തിനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ എലിവേറ്റ് ചെയ്യണമെന്ന് ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാട് കാണിക്കുമ്പം ഈ ആദിവാസി ഗോത്രവിഭാഗങ്ങളുടെ സംഗീതവും ഒക്കെ ആയിട്ട് നമ്മുടെ അയ്യപ്പനും കോശിയും മുതൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ഈ കാടും ആ നേച്ചർ കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആദിവാസി ഗോത്രവിഭാഗങ്ങളുടെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഈ പടം OTT വന്നിട്ട് കാണാം എന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. കാര്യം ഇത് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൻ്റെ അകത്ത് തന്നെ ഇത് കേൾക്കണം. ഈ മ്യൂസിക്, ഈ കാര്യങ്ങൾ ഇതൊക്കെ ബിഗ് സ്ക്രീനിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. വളരെ ഒരു മികച്ച എക്സ്പീരിയൻസ് ആണ്. ആ ഒരു BGM നമ്മളെ വേറൊരു തലത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, ഈ പടം കണ്ടാൽ മനസ്സിലാകും നമ്മുടെ ഈ പോലീസ് സേനയ്ക്കകത്ത് ഇവർ എന്തെങ്കിലും ടെൻഷനും പ്രഷറും ഒക്കെ അനുഭവിച്ചാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം. മേളിൽ നിന്നുള്ള ഓർഡറുകൾ വരിക, അതനുസരിച്ച് ചെയ്യുക, നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക, ആ കുറ്റം നമ്മൾ ഏൽക്കേണ്ടി വരിക, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഈ പോലീസ് സേനയിൽ ഇവർ ഉള്ളിൽ അനുഭവിക്കുന്നത്. പല പോലീസുകാരും ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകൾ കേൾക്കത്തില്ലേ. ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഓരോന്നൊക്കെ ഇവർ ചെയ്യുന്നത്. പിന്നെ പാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിന്നൽ വാള എന്ന് പറഞ്ഞ ആ സോങ് ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞു. പടം ഇറങ്ങുന്ന മുമ്പ് തന്നെ പല ആൽബംകാരും ഈ മാരേജ് വീഡിയോ ഒക്കെ ചെയ്യുന്നവരൊക്കെ ഈ പാട്ട് അവരുടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ഹിറ്റാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും വൈറലായിരുന്നു ഈ സോങ്. അങ്ങനെ മൊത്തത്തിലൊരു പടത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ചിലർ പറഞ്ഞതൊക്കെ ഇതിനകത്ത് കൊമേഴ്ഷ്യൽ എലമെന്റ് കുറവാന്നൊക്കെ. ഞാൻ നോക്കിയിട്ട് കൊമേഴ്ഷ്യൽ എലമെന്റിന്റെ കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ആ പടം കാണുമ്പോൾ തൊട്ട് അവസാനം വരെ ഒരേ ഒരു ഇരിപ്പിനെ നമ്മൾ കണ്ടേക്കുന്നത്. അതിൽ യാതൊരു ലാഗോ ബോറടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറ്റ ഇരിപ്പിനെ കണ്ടു തീർക്കുക, പോരുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ തിയേറ്ററിൽ അങ്ങനെ പറ്റത്തുള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞ ഇടയ്ക്ക് നമുക്കൊരു ബോറടി, നമുക്ക് ചില പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു മടുപ്പ് വന്നില്ല. ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. ഇപ്പം എമ്പുരാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ചെറിയ ലാഗ് വെക്കില്ല എന്ന് പറഞ്ഞ പോലെ ഉള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പോകാൻ നമ്മളെ ഈ പടത്തിൻ്റെ അകത്ത് അങ്ങ് ഇറക്കി വിട്ടേക്കുന്ന പോലെ. നമ്മൾ ഈ വയനാട്ടിലെ നമ്മൾ ചെന്ന പോലെ ഈ അതിൻ്റെ അകത്തെ പോക്ക് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ടൊവിനായിട്ട് നമ്മളങ്ങ് പിന്നെ പ്രവർത്തിച്ച് ചിന്തിച്ച് അങ്ങ് ഇരിക്കുക, അങ്ങ് പോവാം. ആ പടത്തിൻ്റെ ഫ്ലോയ്ക്കൊപ്പം അങ്ങ് പോകുന്നു. എന്തൊക്കെ പറഞ്ഞാലും കുറച്ചാൾ കൂടി നമുക്ക് ഒരു നല്ല ഫീൽ, ഒരു ഫ്രഷ്നെസ്, പടത്തിനൊരു ഫ്രഷ്നെസ്സോടുകൂടി ഒരു പടം കണ്ട് നമുക്ക് തീർക്കാൻ പറ്റി. തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു. വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. ഞാൻ തിയേറ്ററിന്റെ വെളിയിൽ കൊണ്ട് മൂലയ്ക്കാണ് വണ്ടി പാർക്ക് ചെയ്ത് ഒരു വിധത്തിലാണ് അവിടെ നിന്ന് എടുത്തത്. നല്ല രീതിയിൽ പടം കാണാൻ പറ്റി. എല്ലാവർക്കും നല്ല മികച്ച എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആ തിയേറ്ററിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം കാണാത്തവർ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ല പടമാണ്. നമ്മൾ 90s കണ്ട ആ ഒരു പടം കണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പടം കണ്ട ഫീല് അതിൽ നിന്ന് കിട്ടി. അപ്പം നരിവേട്ടയുടെ എല്ലാ ടീമിനും എൻ്റെ വിജയാശംസകൾ ഞാൻ അറിയിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വേറൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.